നീറ്റ് 2024 അപ്ലിക്കേഷൻ വിളിച്ചു. രക്ഷിതാക്കൾക്ക് വിദ്യാർത്ഥികൾക്ക് ഒരുപാട് സംശയങ്ങളുണ്ടാകും. കഴിഞ്ഞ 4-5 വർഷമായിട്ട് ഈ ഒരു ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ഒരാൾ എന്ന നിലയ്ക്ക് തന്നെ നിങ്ങളെ സഹായിക്കാൻ എനിക്ക് സാധിക്കുന്നതാണ്. എന്ത് സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാമെന്ന് ആദ്യം പറയുകയാണ്. എന്തെല്ലാം കാര്യങ്ങളാണ് നീറ്റിൽ ശ്രദ്ധിക്കേണ്ടത്, ഏതെല്ലാം എക്സാമിനേഷൻസിന് വേണ്ടിയാണ് നമ്മൾ നീറ്റ് എഴുതേണ്ടത്, എത്രയാണ് എക്സാമിനേഷൻസിൻ്റെ ഡ്യൂറേഷൻസ്, എല്ലാം വളരെ കുറഞ്ഞ സമയം കൊണ്ട്, എത്ര കുറഞ്ഞ സമയം കൊണ്ട് ചെയ്യാൻ പറ്റും അത്രയും കുറഞ്ഞ സമയം കൊണ്ട് നമുക്ക് ചെയ്യാം. സോ നമുക്കാദ്യം നീറ്റ് എക്സാമിനേഷൻസ് ഈ പ്രാവശ്യം ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ടാകും. ഒരു പക്ഷേ BMSനും BHMSനൊക്കെ വേറെ നീറ്റായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇന്നലത്തെ ആപ്ലിക്കേഷൻ പ്രകാരം ഇതിൻ്റെ ഇൻഫർമേഷൻ ബുള്ളറ്റിൽ കാണുന്നില്ല. ആപ്ലിക്കേഷൻ ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ പ്രകാരം എല്ലാത്തിനും വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യേണ്ട സമയം ഇപ്പോൾ തന്നെയാണ് കാണിക്കുന്നത്. അതായത് MBBSനായിക്കോട്ടെ, BAMSനായിക്കോട്ടെ, BUMSന്, BSMS, ഹോമിയോപ്പതി എല്ലാത്തിനും കൂടി നിങ്ങൾ ഈ ഒരു എക്സാമിനേഷനാണ് അപ്ലൈ ചെയ്യേണ്ടത്. അതുകൂടാതെ നിങ്ങൾ മിലിറ്ററി നേഴ്സിംഗ് MNS സർവീസ് ആഗ്രഹിക്കുന്ന ആളാണെങ്കിൽ BSc നേഴ്സിംഗ് പഠിക്കണമെങ്കിൽ നീറ്റ് സ്കോറിൻ്റെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ അതിൻ്റെ ഒരു അപ്ലിക്കേഷൻ ഓൾറെഡി വിളിച്ചിട്ടുണ്ട്. അത് കൂടാതെ നിങ്ങൾ നീറ്റിനും കൂടെ അപ്ലൈ ചെയ്യണം. അതിൻ്റെ മാർക്ക് എടുക്കുക നീറ്റിൻ്റെ ഇതിനായിരിക്കും. സ്വാഭാവികമായിട്ട് സിലബസൊക്കെ ഓൾറെഡി അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. സിലബസൊക്കെ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും. അതേ സിലബസ് വെച്ച് തന്നെയാണ് എക്സാമിനേഷൻ നടത്തുക. നിങ്ങൾക്ക് അറിയുന്നതായിരിക്കും 200 മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക. ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജിയിൽ ബോട്ടണി, സുവോളജി ഇതിൽ നിന്നെല്ലാം കൂടെ 50 ക്വസ്റ്റ്യൻസ് വെച്ചിട്ടാണ് എക്സാമിനേഷൻ നടക്കുക. 2 മണി മുതൽ 5:20 വരെയാണ് എക്സാമിനേഷൻസ്. 200 മണിക്കൂർ, അതായത് 3 മണിക്കൂറും 20 മിനിറ്റും ആയിരിക്കും എക്സാമിനേഷൻസിൻ്റെ ഡ്യൂറേഷൻസ്. 13 ലാംഗ്വേജുകൾ നിങ്ങൾക്ക് എക്സാമിനേഷൻ എഴുതാവുന്നതാണ്. പിന്നീട് ഓൺലൈൻ ആപ്ലിക്കേഷൻ ഡേറ്റ് എന്ന് പറയുന്നത് 9th മുതൽ ഏകദേശം മാർച്ച് 9 വരെയുള്ള ഒരു മാസമാണ്. നിങ്ങൾ ലാസ്റ്റിലേക്ക് കാത്തിരിക്കരുത്. സെർവർ ജാം ബിസിയൊക്കെ ആവും. അപ്പോൾ അതിന് മുമ്പ് തന്നെ ചെയ്യുക. പേയ്മെൻറ്റ് അടയ്ക്കാനുള്ള സമയം 9-ാം തീയതി വരെയാണ്. പിന്നീട് നമ്മൾ മറ്റൊരു കാര്യം മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ഇതിൻ്റെ ഫീസാണ് 1500 രൂപയാണ് ജനറൽ ഫീസ്. EWC OBC ഒക്കെ ആണെങ്കിൽ 1600 രൂപയാണ്. SC ST ആളുകൾക്ക് 1000 രൂപയാണ് ഫീസ് എന്ന് പറയുന്നത്. മെയ് 5-ാം തീയതി ഞായറാഴ്ചയാണ് എക്സാമിനേഷൻസ് നടക്കുന്നത്. അപ്ലൈ ചെയ്യുന്ന സമയത്ത് നോർമലി നമുക്ക് വേണ്ടി വരിക, നിങ്ങളുടെ ഒരു ഫോട്ടോ വേണ്ടി വരും, സിഗ്നേച്ചർ വേണ്ടി വരും, തമ്പ് ഇംപ്രഷൻ വേണ്ടി വരും. 10 വിരലിൻ്റെയും തമ്പ് ഇംപ്രഷൻ വേണ്ടി വരും. കഴിഞ്ഞ വർഷം അങ്ങനെ വേണ്ടി വന്നിരുന്നു. ഹൗ ടു അപ്ലൈ എന്നുള്ള വീഡിയോ നമുക്ക് പിന്നീട് അപ്ലൈ ചെയ്യാം. ഇത്രയും കാര്യങ്ങളാണ് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് വരിക. ഇതുമായിട്ട് ബന്ധപ്പെട്ട സംശയങ്ങളുണ്ടെങ്കിൽ ഞങ്ങളുടെ വാട്സാപ്പ് നമ്പറിലേക്ക് ചോദിക്കാം. അതുപോലെ തന്നെ ഇതിൻ്റെ അപ്ലിക്കേഷനുമായിട്ടൊരു ഹെൽപ്പ് ഡെസ്ക് ഞങ്ങൾ ഓപ്പൺ ചെയ്യുന്നുണ്ട്. ആ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർ അപ്ലൈ ചെയ്യാനും വേണ്ടിയിട്ട് നിങ്ങളെ സഹായിക്കുന്നതാണ്. നമ്പർ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ സാധിക്കുന്നുണ്ടാകും. ആ നമ്പറിലേക്ക് നിങ്ങൾക്ക് ആപ്ലിക്കേഷന് വേണ്ടി കോൺടാക്ട് ചെയ്യാവുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.